ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. നല്ല മണമുള്ള ചക്കപ്പഴം, മണമുണ്ട് മധുരമുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു റാഗി ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനാവശ്യമായ ചക്കപ്പഴം ആദ്യമായിട്ട് എടുത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം. നമുക്ക് മിക്സിയിലേക്ക് എടുത്ത് കൊടുക്കാം. നമുക്ക് നന്നായി അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങയും ശർക്കരയും മാവും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ശർക്കര ചീനിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചക്ക അടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കപ്പഴം നന്നായി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരുകി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി ചേർത്ത് കൊടുത്ത് ഇത് പോരെങ്കിൽ കുറച്ച് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് റാഗിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവിൻ്റെ കട്ടി അനുസരിച്ച്, കട്ടി കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അല്ലെങ്കിൽ പാകത്തിനായെങ്കിൽ ഇത്രയും ചേർത്താൽ മതി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ശർക്കര ചീനി ഇട്ടേക്കുന്നത്, ഇല്ലെങ്കിൽ ഇതങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ശർക്കര ചീവി ചേർത്തത്. അധികം ലൂസാവാനും പാടില്ല, ഒത്തിരി കട്ടിയാവാനും പാടില്ല. ആ രീതിയിൽ നമുക്ക് നന്നായി ഇത് കുഴച്ചെടുക്കണം. ഇതൊരു ശകലം റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ ചീകിയ പൊടി ലൂസായി വരുന്നതനുസരിച്ച് ഇച്ചിരി ചക്കയുടെ ശകലം കൂടെ മിക്സി പറ്റി അതെടുത്ത് അതും കൂടെ ചേർത്ത് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഏലയ്ക്ക് ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ആ ചക്കയുടെ മണം ഒരങ്ങ് മാറിപ്പോവും. ഇതിപ്പോൾ ചക്കയുടെ നല്ല മണമുണ്ട്. ആ മണം, ചക്കയപ്പത്തിന് എപ്പോഴും ചക്കയുടെ മണമാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കണ്ട. ഇത്തിരി കൂടി മാവ് ചേർത്താലും കൊള്ളാം. അതിന് നമുക്കൊരു കാര്യം ചെയ്യാൻ, കുറച്ച് ഒരു ശകലം ലേശ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു തവി അരിപ്പൊടി, എന്നിട്ടിത് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒരു മുറുക്കം കിട്ടും. അരിപ്പൊടി ചേർത്തപ്പോൾ ആ മാവിനൊരു മുറുക്കം വന്നു. നമുക്കിത് ഇലയിലോട്ട് പൊതിഞ്ഞെടുക്കണം. ചിലരൊക്കെ ഇതിൽ ഒരു നുള്ളി ഉപ്പും കൂടെ ഒക്കെ ചേർക്കും. പക്ഷേ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ല ഉപ്പ് ഉള്ള ശർക്കരയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ തേങ്ങയും ശർക്കരയും ചക്കയും റാഗിപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടുന്നത്, നമ്മൾ നല്ല വട്ടത്താമരയില, വട്ടത്താമരയെന്നും വട്ടയെന്നും ഒക്കെ പറയുമല്ലോ, ഓരോ നാട്ടിൽ ഓരോ പേര്. അതിനകത്തോട്ട് ഇത്രയും ഇങ്ങനെ മാവെടുക്കുക, എന്നിട്ടിങ്ങനെ പൊതിയുക. ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കണം. ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വയ്ക്കുക. കുറച്ച് ഉള്ള കോരി ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞ് വയ്ക്കാം.
ഇലയൊക്കെ നമ്മൾ നേരത്തെ തുടച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇലയാണ്. തൊണ്ടയിൽ എപ്പോഴും ഒരു വല്ലാത്ത കഫത്തിൻ്റെ ഒരു ഇത്, അതുകൊണ്ടാണ് സൗണ്ടിനൊരു വ്യത്യാസം. ഇത് പരത്തേണ്ട ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ നമ്മൾ പൊടിഞ്ഞങ്ങ് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ മിക്സ് എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് പരത്തേണ്ട ആവശ്യം വരുന്നില്ല. റാഗിപ്പൊടി നല്ല കാൽഷ്യമൊക്കെ കിട്ടും. ബ്ലഡ് കുറവിനൊക്കെ റാഗിപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. റാഗി പലതരത്തിൽ പല ഉപയോഗങ്ങൾ റാഗിക്കുണ്ട്. D3യുടെ അളവ് കൂട്ടാൻ റാഗി കഴിക്കുന്നത് നല്ലതാണ്. വിളർച്ചയ്ക്ക് റാഗിപ്പൊടി നല്ലതാണ്. ഒരു റാഗിപ്പൊടി കുറുക്കി കഴിക്കാനോ അല്ലെങ്കിൽ പുട്ടോ അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാനോ ഒന്നും ഇഷ്ടമല്ലാത്തവർ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇപ്പോൾ ചക്ക ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അല്ലാത്ത ഇലയുടെ ആയിട്ടുണ്ടാക്കിയും കഴിക്കാം. അപ്പോൾ ഇലയൊക്കെ കൊണ്ടുവന്നത് കറക്റ്റായിരുന്നു. മാവ് കഴിഞ്ഞ് ഉള്ളായിരുന്നു മാവ്, അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഇനി നമുക്കിതൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇഡ്ഡലിക്കുട്ട അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് കറക്കി അടുക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് നമ്മൾ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്, അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് പറക്കി ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. എല്ലാം ഇങ്ങനെ പറക്കി അടുക്കി വെക്കും. ഒരു 15 മിനിറ്റ് ഒക്കെ ഇരുന്ന് വേവണം. 10-15 മിനിറ്റൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്ന് വേവും. അപ്പോൾ നമ്മളിതെല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടപ്പുകൊണ്ട് അതിനെ മൂടി വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് കഴിയുന്നത് വരെ അത് അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴും നമ്മുടെ ചക്കയപ്പമൊക്കെ വെന്ത് നമുക്ക് ചക്കയപ്പം തുറന്ന് നോക്കാം. ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കത് ഓരോന്ന് പുറത്തെടുക്കാം. അങ്ങനെ ചക്കയപ്പം വെന്ത ചക്കയപ്പം പുറത്തെടുത്ത് നമുക്കതൊന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഞാനൊരു 15 മിനിറ്റ് കൂടുതൽ ഇത് വേവിച്ചെടുത്ത്. റാഗിപ്പൊടി ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഈ ചക്കയപ്പം ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ചക്കയപ്പമാണ്. നല്ല മധുരവും ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. ഒരു ഹെൽത്തി ചക്കയപ്പമാണിത്. റാഗിപ്പൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് ഒരുപാട് ഹെൽത്തിയാണ്. റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അടിപൊളി ചക്കയപ്പം തയ്യാറായി. ചക്കയുടെ മണമുണ്ട്, ഏലയ്ക്ക ചേർക്കാത്തതുകൊണ്ട് ആ ചക്കയുടെ മണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാലേ ചക്കയപ്പത്തിൻ്റെ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചക്കയപ്പം റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ടാറ്റാ ബൈ ബൈ. അപ്പോൾ റാഗി ചക്കയപ്പം തയ്യാറാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. താങ്ക് യു.